നമസ്കാരം. സാമ്പത്തിക ഉപരോധങ്ങൾ, നയതന്ത്ര സമ്മർദ്ദങ്ങൾ, സൈനിക ഭീഷണികൾ, മാധ്യമ യുദ്ധങ്ങൾ എന്നിവയെല്ലാം തന്നെ ഒരുമിച്ച് ഇറാനെ ലക്ഷ്യമിടുമ്പോൾ രാജ്യത്തിന്റെ നേതൃത്വത്തെക്കുറിച്ചുള്ള അനാവശ്യപരമായ പ്രചരണങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഇറാൻ. അതായത് ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ കുറിച്ച് ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ് എന്നും പൊതുജനങ്ങളിൽ നിന്നും അപ്രത്യക്ഷനാവുന്നു എന്നുള്ള വാദങ്ങൾ, അതായത് തുടങ്ങിയ നുണപ്രചരണങ്ങൾക്കെതിരെ കൃത്യമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ ഇറാന്റെ കോൺസുലേറ്റ് ജനറൽ ഒരു പ്രതികരണം നടത്തിയത്. ഇറാന്റെ പരമോന്നത നേതാവ് ഒളിവിലല്ലെന്നും ഭരണഘടനാ നടപടികളുടെ നിർണായകമായ തീരുമാനങ്ങളിലും അദ്ദേഹം ഇപ്പോഴും സജീവമായി ഇടപെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്വമാണ് എങ്കിലും അതിനെ ഭയത്താൽ ഒളിച്ചിരിപ്പ് എന്ന നിലയിൽ ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായ ദുഷ്പ്രചരണമാണ് എന്ന സന്ദേശമാണ് ഈ പ്രതികരണത്തിലൂടെ ഇറാൻ ലോകത്തിന് തന്നെ നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഖമേനിയുടെ നേതൃത്വം ഇറാന്റെ രാഷ്ട്രീയ ദൃഢതയും വീണ്ടും ആഴത്തിൽ വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ ഇന്ന് കടുത്ത ഉപരോധങ്ങളും ഭാഗ്യ സമ്മർദ്ദങ്ങളും ആഭ്യന്തര അസ്ഥിരതയും സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളും നേരിടുന്നു എന്നത് സത്യമാണ് എങ്കിലും അത്തരം വെല്ലുവിളികൾക്കിടയിലും രാജ്യത്തെ സ്ഥിരതയിലേക്കും സ്വാഭിമാനത്തിലേക്കും നയിക്കുന്ന ഉറച്ച നേതൃത്വമാണ് ഖമേനിയുടെ പ്രത്യേകത. വിദേശ ശക്തികളുടെ ഭീഷണികളിലോ മാധ്യമങ്ങളിലെ അതിശയോക്തികളിലോ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ തളർത്തില്ല. ഞങ്ങൾക്ക് വിദേശ ശക്തികളെ ഭയമില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇറാന്റെ രാഷ്ട്രീയ നിലപാടിന്റെ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും ദേശീയ അഭിമാനവുമാണ് ഉയർത്തിക്കാട്ടുന്നത്. ഖമേനിയെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമാക്കാൻ കാരണം വാഷിംഗ്ടണിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നും ഉയരുന്ന ശബ്ദങ്ങളും ചില വിദേശ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തരഹിതമായ റിപ്പോർട്ടിങ്ങുമാണ്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ചരിത്രപരമായി ഇത്തരം ഒരു സമ്മർദ്ദ കാലഘട്ടത്തിലും ഇറാൻ പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണ് എന്ന വാസ്തവവും സത്യവും. മുൻകാല സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രയേലുമായി ഉണ്ടായ 12 ദിവസത്തെ ഏറ്റുമുട്ടൽ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയും ആത്മവിശ്വാസവും തെളിയിച്ചതായും നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഏതു തരത്തിലുള്ള ആക്രമണത്തെയും ചെറുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന നിലപാട് വെറും വാക്കുകളല്ല, പ്രായോഗികമായി തെളിഞ്ഞ ശേഷിയാണ്. ആഭ്യന്തര പ്രതിഷേധങ്ങളെ കുറിച്ചും വിദേശ ഇടപെടലുകളെ കുറിച്ചും ഇറാൻ വ്യക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ചില വിദേശ ഇന്റലിജൻസ് ഏജൻസികൾ അസ്ഥിരത വളർത്താൻ ശ്രമിച്ചതായും തുടക്കത്തിൽ സുരക്ഷാ സേന പരമാവധി ആത്മനിയന്ത്രണം പുലർത്തിയതായും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും പ്രതിഷേധങ്ങളെ മറയാക്കി അക്രമം സൃഷ്ടിക്കാൻ ശ്രമിച്ച തീവ്രവാദ ശക്തികളെയാണ് സംഘർഷം രൂക്ഷമാക്കിയതെന്നും അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ സ്വീകരിച്ച സുരക്ഷാ നടപടികളും താൽക്കാലിക ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളും രാജ്യത്തിന്റെ സ്ഥിരത സംരക്ഷിക്കാനുള്ള അനിവാര്യ നീക്കങ്ങളായി വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇന്ത്യയുമായി ഇറാൻ പുലർത്തുന്ന ബന്ധങ്ങളെ ഈ സമ്മർദ്ദ കാലത്തും ഉറച്ചതാണ് എന്ന് കോൺസുലേറ്റ് ജനറൽ ആവർത്തിക്കുകയാണ്. ഉപരോധങ്ങൾ ചില മേഖലകളിൽ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിലും രണ്ടു രാജ്യങ്ങളിലുള്ള സഹകരണത്തിനുള്ള വഴികൾ കണ്ടെത്തുന്നുണ്ട് എന്നും ഇറാനിൽ താമസിക്കുന്ന ഓരോ വിദേശ പൗരനും ഉപദ്രവിക്കപ്പെടില്ല എന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ട്. എന്തായാലും ഈ പരസ്പര ബഹുമാനവും സഹകരണവും ഖമേനിയുടെ ദീർഘദർശനത്തിന്റെ ഫലമാണ്. സുഹൃത്ത് രാജ്യവുമായി ബന്ധം നിലനിർത്തിക്കൊണ്ട് ദേശീയ താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സമീപനം സമഗ്രമായി നോക്കുമ്പോൾ, അല്ലെങ്കിൽ വിശദമായി നോക്കുമ്പോൾ, ആയത്തുള്ള അലി ഖമേനിയുടെ ആ നേതാവിന്റെ വെല്ലുവിളികളോട് കീഴടങ്ങില്ല എന്ന ഒരു ആത്മസമീപനവും അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടും സമ്മർദ്ദങ്ങൾക്കിടയിൽ രാജ്യത്തെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കുന്ന ശക്തമായ പ്രതീകവും പ്രചോദനവുമാവുന്നു.